നമ്മളൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഒരു കൂട്ടുകെട്ടുണ്ടാവുമല്ലോ നാട്ടിൽ. അങ്ങനത്തെ ഒരു ടീമിനെ ഇത്തവണ നാട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ വലിയ സന്തോഷം. ഏതായാലും എല്ലാവരെയും കൂട്ടിയിട്ടൊരു യാത്ര പോകാൻ അങ്ങോട്ട് തീരുമാനിച്ചു. എല്ലാവരും സടകൂടേന്ന് എണീറ്റ് ഏതായാലും വണ്ടിയിലൊക്കെ കയറി അങ്ങനെ വയനാട്ടിലേക്കൊരു യാത്ര അങ്ങ് തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഒന്നുമില്ല, ഇവിടെ പോകണോ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ കയറി ചെറിയ പാട്ടും കച്ചേരിയൊക്കെ അങ്ങനെ പോയത്. നല്ല കാലാവസ്ഥ, ജനങ്ങളൊക്കെ കാറ്റും കോളും മഴയും ഉരുളുപൊട്ടലൊന്നും വകവെക്കാതെ ആളുകളൊക്കെ ചുരം സന്ദർശിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ റോട്ടിലൊക്കെ ഇത് കുറവാ. അങ്ങനെ ഞങ്ങള് ബോർഡറൊക്കെ കഴിഞ്ഞ് കരിന്തണ്ടൻ ഒന്ന് സന്ദർശിച്ച് ചുരം വെട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർക്ക് വഴി കാണിച്ചു കൊടുത്ത അദ്ദേഹത്തിനൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് അദ്ദേഹത്തിനെ ആവാഹിച്ച് കെട്ടിയ ചങ്ങലയൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് വീക്ഷിച്ച് അവിടെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി പിന്നെയും കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ വയനാടിന്റെ സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോയി ചുണ്ടയിലെത്തിയപ്പോൾ ഒരു ചായ കുടിക്കണമെന്നൊക്കെ തോന്നി. അങ്ങനെ ഒരു ചായയും സമൂസയൊക്കെ വാങ്ങി കുടിച്ച്. അപ്പോഴും കഥകൾ തീരുന്നില്ല എന്നുള്ളതാണ്. കഥകൾ ഒരുപാട് കാലത്തെ കഥകളുണ്ടല്ലോ. ആ കാസ്യമത അടിച്ചു മാറി കയറ്റുന്ന ചിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഞങ്ങള് കൽപ്പറ്റയിലെത്തി ടൗൺഷിപ്പ് കാണാനെന്നൊരു ആഗ്രഹം. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ സത്യം പറയാം, രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു പ്രൊജക്റ്റായത്. നല്ല വിശാലതയോട് കൂടിയുള്ള ഒരു ഫാമിലിക്ക് നല്ല വൃത്തിയിൽ ജീവിക്കാൻ പറ്റിയ ഒരു വീടായിട്ടാണ് നമുക്ക് തോന്നിയത്. പാർക്കിംഗ്, ഗേറ്റ്, സോളാറ്, നല്ല കറുത്ത ഗ്രാനൈറ്റ്, ഗാർഡൻ, ഏതാണ് എല്ലാ സെറ്റപ്പും. ഞങ്ങളൊരു ഭാഗത്ത് കുറഞ്ഞ വീടുകൾ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഗവൺമെൻറ് എടുത്ത നല്ല അടിപൊളി ഒരു തീരുമാനം തന്നെയാണ്. ഏതായാലും അവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇവിടെ എത്തുമ്പോൾ അവരെ വിഷമങ്ങളിൽ ഒരു 60% മാറും എന്നുള്ള പ്രതീക്ഷ നമുക്കൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് വയനാട്ടിൽ നമ്മൾ ചെറുപ്പത്തിൽ കളരി പഠിപ്പിച്ചൊരു ഉസ്താദുണ്ട്, ഇബ്രാഹിം കുരിക്കൽ. അദ്ദേഹം കൂടത്തായിക്കാരനാണ്. എങ്കിലും വയനാട്ടിൽ സെറ്റിൽമെന്റ് ആയിട്ട് സെറ്റിലായിട്ട് ഒരു 35 വർഷമായി. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ട് അവിടെ വലുതായി നമ്മളെ സ്വീകരിച്ച് അങ്ങനെ അവിടുത്തെ കളരി അഭ്യാസ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് വീടിനോടനുബന്ധിച്ച്. അവിടെയൊക്കെ കൊണ്ടുപോയി പഴയ അഭ്യാസങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് വടിവാളും ഉറുമിയും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ എല്ലാവർക്കും കൊണ്ടുവന്ന് ചെയ്ത മൂപ്പരിതാ 68 വയസ്സായി. ഇപ്പോൾ 70ലേക്ക് കിടക്കുക. ഏതാ ചുറുചുറുക്ക് എന്നറിയാം. ഇതാണ് നമ്മുടെ ഉസ്താദ് ഇബ്രാഹിം കുരിക്കൾ. അടിപൊളിയാ. പുള്ളിക്ക് അവിടെ ചികിത്സാ കേന്ദ്രമൊക്കെ ഉണ്ട്. വളരെ വിപുലീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ കേന്ദ്രമൊക്കെ ഉണ്ട്. പിന്നെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിനോട് തൊട്ട് അടുത്ത് തന്നെ. ആർക്കെങ്കിലുമൊക്കെ ഉയിച്ചിൽ ബീച്ചിൽ അങ്ങനെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ബന്ധപ്പെട്ടുള്ളൂ. നല്ല പൊരുത്തവും ഒക്കെ ഉള്ള പാരമ്പര്യ ഒരു കുരുക്കളാ മൂപ്പര്. അങ്ങനെ ഞങ്ങള് അങ്ങനെ തടിയനായ ഞാനിതാക്കുന്ന ഒരു വടിയൊക്കെ എടുത്ത് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊക്കെ ചെറിയ പ്രാക്ടീസൊക്കെ മൂപ്പര് പഴയ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഓരോരോ ആയുധങ്ങളും എടുത്ത് വെച്ച് തെറിയൊക്കെ ചെയ്ത് മൂപ്പരെ കൂടെ ഒന്ന് കളിക്കാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതാക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ തന്നല്ലോ. അതിൽ വലിയൊരു സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 10-25 വർഷമൊക്കെ ഉണ്ടാവും. അതിനുശേഷമാണ് ഇപ്പം മൂപ്പരൊന്ന് കാണുന്നത്. വലിയ സന്തോഷം അവിടെ പോയിട്ടോ. ഏതായാലും നല്ല ഒരു അനുഭവമായിരുന്നു. നമ്മൾ കൂടുതലുള്ള സുഹൃത്തുക്കൾ ഉമ്മറുണ്ട്, കാസിമുണ്ട്, മുനീറുണ്ട്. എല്ലാവരും കുറഞ്ഞ രീതിയിലൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് മൂപ്പര് നമുക്ക് നല്ലൊരു ചായ സൽക്കാരമൊക്കെ തന്ന് വളരെ അടിപൊളിയായിട്ടാണ് അവിടുന്ന് പോകുന്നതൊക്കെ. ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ കൽപ്പറ്റ ഭാഗങ്ങളിലൊക്കെ ആർക്കെങ്കിലും കളരി അഭ്യസിക്കണമെങ്കിലോ അല്ലെങ്കിൽ പിന്നെ നോക്കി ഏതാ ചുറുചുറുക്കുള്ള പയറ്റ് ഒരു കുറവില്ല. ആയിവ മിന്നിത്തിളങ്ങുക. അതപ്പോൾ ഉസ്താദിന്റെ പേര് ഇബ്രാഹിം കുരിക്കളാണ്. അപ്പോൾ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്പറൊക്കെ വേണമെങ്കിൽ എന്നെ പേഴ്സണലി ബന്ധപ്പെട്ടാൽ ഞാൻ തരുന്നുണ്ട്. കളരി പഠിക്കാനോ ചികിത്സക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ പോയിക്കോളാണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും പുള്ളിൻ്റെ അടുത്തുണ്ടാവും. അങ്ങനെ മൂപ്പരുടെ ഗുരുത്വമൊക്കെ വാങ്ങി കയ്യൊക്കെ കൊടുത്ത് മുസാഫത്തൊക്കെ ചെയ്ത് പോണ്ടേ. രാവിലെ വീട്ടിൽ നിന്ന് അറിയാമല്ലേ, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്തണ്ടേ. മഴ തുരുതുരാന്ന് പെയ്തുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ അവിടുന്ന് മൂപ്പരോട് സമ്മതമൊക്കെ വാങ്ങി മെല്ലെ വരിയായിട്ട് കയ്യൊക്കെ കൊടുത്തു അവിടുന്ന് പോരാനുള്ളൊരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല സന്തോഷമായി. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. ഇഷ്ടപ്പെടുന്നവർ കമൻറ്റൊക്കെ ചെയ്യും, അതുപോലെ തന്നെ ഷെയറൊക്കെ ചെയ്യും. അങ്ങനെ ഇവരെ വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് നല്ല അടിപൊളി ഒരു ഹൗസിംഗ് കോളനി ഭാഗത്താണ്. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ പോയി നല്ല സന്തോഷത്തോടെ